ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഭയങ്കര ചൂടൊക്കെ തുടങ്ങിയല്ലോ, നമുക്ക് ഒരു സംഭാരം ഉണ്ടാക്കാം. ഇതിപ്പം നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാലും ഞാൻ ഇതിനകത്ത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇട്ടിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം നമുക്ക് സംഭാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ ചതച്ചെടുക്കണമല്ലോ, ഒരു മസാല ഉണ്ടാക്കും. അപ്പം കറിവേപ്പില, അതുപോലെ ചെറിയ ഉള്ളി, പിന്നെ പച്ചമുളക്, ഇഞ്ചി ചെറിയ കഷ്ണം, പിന്നെ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്, നാരങ്ങയുടെ തൊലി ഉണ്ടല്ലോ അത്. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നാരങ്ങയുടെ ഇലയാണ് എടുക്കാറുള്ളത്. ഇവിടെ പക്ഷേ ഇല കിട്ടാത്തത് കൊണ്ട് നാരങ്ങയുടെ തൊലി എടുത്തത്. ഇല്ലെന്ന് വെച്ചാൽ നാട്ടിലെ ഇല കിട്ടുവാണെങ്കിൽ അത് കീറിയിട്ടാലും മതി. അപ്പോൾ ഇത് നന്നായിട്ട് ചതച്ചെടുക്കുക. ഇനി ഒരു മിക്സിയിൽ നമ്മൾക്ക് ഇനി തൈര് ആവശ്യത്തിന് എത്രയാണോ വെള്ളം സംഭാരം ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പം 3 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു കപ്പ് വെള്ളമാണെന്ന് വെച്ചാൽ 2 ഗ്ലാസ് വെള്ളമുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. നന്നായിട്ട് അടിച്ചെടുക്കുക, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഇത് ചതച്ച് വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, അത് നമ്മളൊരു ബൗളിലോട്ട് മാറ്റുക. അതിനുശേഷം ഈ ഒരു മോര് അടിച്ച് വെച്ചിട്ടുള്ള മോരും കൂടിയിട്ട് ഇതിലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല തണുത്ത വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഐസ് ക്യൂബ്സ് ചേർക്കണമെങ്കിൽ അതും ചേർക്കാം, പക്ഷേ തണുത്ത വെള്ളം മാത്രം ചേർത്തിട്ട് കുടിക്കുമ്പം കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഐസ് ക്യൂബ്സൊക്കെ ചേർത്ത് കഴിയുമ്പം നല്ല തണുപ്പാവുമല്ലോ. പക്ഷേ ഇത് ഒരുപാട് തണുപ്പും പറ്റില്ല, എന്നാൽ കുറച്ച് തണുപ്പും വേണം. അങ്ങനെയാണ് ഈ ഒരു മോരും വെള്ളം അല്ലെങ്കിൽ സംഭാരം എന്ന് പറയുന്ന സംഭവം ഉണ്ടാവേണ്ടത്. അപ്പോൾ ഈ ഒരു നാരങ്ങയുടെയും എല്ലാ കറിവേപ്പിലയുടെയും ഒക്കെ ഒരു ഫ്ലേവർ വരും ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കുടിക്കാൻ സംഭാരത്തിൻ്റെ ആ ടേസ്റ്റ് ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഇങ്ങനെ ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്തേക്കുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.